ഇപ്പോൾ മുണ്ടക്കയിൽ നിന്ന് അനൂപ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അനൂപ്, ഇന്നിപ്പോൾ ജനകീയ തെരച്ചിലാണ്. 8 മണിയോടുകൂടിയാണ് തുടങ്ങുകയുള്ളൂ. കാരണം ആദ്യം 6 മണിക്കാണ് നിശ്ചയിച്ചിരുന്നത്, പക്ഷേ പിന്നീട് 8 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. അനൂപ് മുണ്ടക്കയിലാണ് നിൽക്കുന്നത്. മുണ്ടക്കൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ദുരന്തം ഏറ്റവും കൂടുതൽ ഭീതിതമായ ആഘാതമുണ്ടാക്കിയ ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ഈ 11ാം ദിവസം നിൽക്കുമ്പോൾ അനൂപ്, ഒരു മനുഷ്യവാസം ഉണ്ടായിരുന്നതിൻ്റെ ഒരു അടയാളവും ബാക്കി വെക്കാതെയാണ് ആ ദുരന്തം അവിടെ കുത്തി ഒലിച്ച് കടന്നുപോയത്. അങ്ങോട്ടേക്ക് അവിടെ താമസിച്ചിരുന്ന മനുഷ്യർ കൂടി ഈ തെരച്ചിലിൽ പങ്കാളികളായി എത്തുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? മനു സൂചിപ്പിച്ചത് ശരിയാണ്. ഏതാണ്ട് ഒരു 8 മണിക്കാവും ഇവിടേക്ക് ജനകീയ തെരച്ചിലുമായി രജിസ്റ്റർ ചെയ്തവർ എത്തുക. ഏതാണ്ട് 198 പേരാണ് ക്യാമ്പുകളിൽ നിന്ന് ഇവിടെ. അവരെ ഉൾപ്പെടുത്തിയാണ് ഈ തെരച്ചിൽ പ്രധാനമായും നടക്കുന്നത്. അവരുൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തും. അങ്ങനെ എത്തുവാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഒരു വീട്ടിലെ പലരും ഒരുപാട് പേർ ഈ ഉരുൾപൊട്ടലിൽ കാണാതായവരുണ്ട്, നഷ്ടപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് ഈ മേഖലകളിലേക്കൊക്കെ അവർ എത്തുമ്പോഴുള്ള ഒരു ഏത് രീതിയിലാണ് അവർ വൈകാരികമായി അത്തരം ഇവിടേക്ക് എത്തുക എന്നുള്ളതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. അത്രയ്ക്ക് നാശനഷ്ടങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായത്. 10, 11, 12 വാർഡുകൾ പൂർണ്ണമായും ഈ ഉരുൾപൊട്ടലിൽ നശിച്ചു പോയൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മുണ്ടക്കയിൽ ആണ് ഏറ്റവും കൂടുതൽ ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടതും വീടുകൾ തകർന്നതും. അതോടൊപ്പം ഇതിന് തൊട്ട് മുകളിലെ പുഞ്ചിരിമറ്റത്തും മുണ്ടക്കയിലും സ്കൂൾ റോഡ് ഭാഗത്തു നിന്നുമാണ് ഇതിന് തൊട്ട് മുകളിലെ പുഞ്ചിരിമറ്റത്തും മുണ്ടക്കയിലും സ്കൂൾ റോഡ് ഭാഗത്തു നിന്നുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയത്. അത് പ്രധാനമായും ഈ 3 വാർഡുകളാണ്. അതായത് ഈ 10, 11, 12 വാർഡുകളാണ്. പുഞ്ചിരിമറ്റം 10, മുണ്ടക്കൈ ഉൾപ്പെടുന്ന സ്ഥലം 11, താഴ്ഭാഗം ചൂരമല 12ാം വാർഡ്. ഈ 3 വാർഡുകൾ നാമാവശേഷമായി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന അവിടെ ആ വലിയ മൺകൂന കിടക്കുന്ന സ്ഥലം ഇപ്പുറത്തുള്ള ഒരു വീടിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയതാണ്. അവിടെ നിന്ന് ഇനിയും 6 പേരെ കാണാനുണ്ട്, കണ്ടെത്താൻ. ആ ഭാഗത്ത് വീട്ടിലുണ്ടായിരുന്ന സുദേവന്റെ വീട്, ഈ ഇവിടെ അതെ, അവിടെ സുദേവന്റെ വീടിന്റെ. ഞാനത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഉറച്ചു പറയാം. അതായത് നമ്മുടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മൺകൂനയുണ്ടല്ലോ, ആ മൺകൂന ഒരു വീടിന്റെ മുകളിൽ വന്ന് അടിഞ്ഞതാണ്. അത് മാറ്റിയതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആ മൺകൂന അടിഞ്ഞ വീട്ടിൽ നിന്ന് 6 പേരെയാണ് കാണാതായിരിക്കുന്നത്. 6 പേരെ കണ്ടു കിട്ടാനുണ്ട്. അനൂപ്, അത് ആരുടെ വീടാണ് അനൂപ് പേര് പറഞ്ഞത് ഞാൻ കേട്ടില്ല, വിട്ടുപോയി. സുദേവൻ എൻ്റെ വീട്, അവിടെയാണ് സുദേവൻ്റെ വീടുണ്ടായിരുന്നത്. ആ വീട് പൂർണ്ണമായി ഒലിച്ച് ഇപ്പുറത്ത് സുനിയേട്ടൻ്റെ വീടിൻ്റെ തൊട്ട് സമീപത്തേക്കാണ് വന്നത്. ആ വീട്ടിൽ നിന്നാണ് സുദേവൻ്റെ വീട്ടിലുള്ള ഔദ്യോഗിക രേഖകൾ ഉൾപ്പെടെ ലഭിച്ചത്. ആദ്യം രക്ഷാപ്രവർത്തകർ കരുതുന്നത് ആ വീട് ആയിരുന്നു സുദേവൻ്റെ എന്നുള്ളതാണ്. പക്ഷെ അതല്ല, ഇത് ഒരു മേൽഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ആ മലവെള്ളപ്പാച്ചിൽ ഈ ഓരത്തേക്ക് വന്ന് ഈ അടിയുകയാണ് ചെയ്തത്. മുകൾ ഭാഗത്തു നിന്നുള്ള വീടുകളെല്ലാം വന്ന് അടിയുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 10ാം വാർഡിൽ മേലെ ഭാഗത്ത് ഏതാണ്ട് ഒരു 44 വീടുകളുണ്ടായിരുന്നു. 44 വീടുകളാണ് മേലെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും നഷ്ടമായത്. ഭാഗികമായി അവിടെ തകർന്നത് 19 വീടുകളാണ്. ഏതാണ്ട് 63 വീടുകൾ ഈ 10ാം വാർഡിൽ ഭാഗികമായും പൂർണ്ണമായും തകർന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന 11ാം വാർഡിൽ 118 വീടുകളോളം ഉണ്ടായിരുന്നു. ആ വീടുകൾ ഈ രീതിയിൽ ഭാഗികമായോ പൂർണ്ണമായോ തന്നെ നഷ്ടപ്പെട്ടു. ഏതാണ്ട് ഒരു 418 വീടുകളാണ് മനു ഈ മുകൾ ഭാഗം മുതൽ താഴ്ഭാഗം വരെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ തകർന്നതും നശിച്ചതുമെല്ലാം. അവിടെ എല്ലാം നിരവധിയായ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 191 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നുള്ളതാണ്. എന്നാൽ അത് പൂർണ്ണമല്ല. ഇനിയും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ ചാലിയാർ ഭാഗത്തെല്ലാം വലിയ വിപുലമായ തെരച്ചിൽ നടന്നിരുന്നു. ചാലിയാർ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ മൃതദേഹ ഭാഗങ്ങളോ മറ്റോ ലഭിക്കുന്നത്. അവിടെ തന്നെ കഴിഞ്ഞ ദിവസവും ഈ പ്രത്യേക ദൗത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ തെരച്ചിൽ നടത്തിയിരുന്നു. വലിയ ദുർഘടമായ മേഖലയാണ്. ഇന്നലെ ഹെലികോപ്റ്ററിന് അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ കാട്ടിലൂടെ നടന്ന് തിരിച്ചു വരികയാണ് ചെയ്തത്. അതേതാണ്ട് 2 മണിക്കൂറോളം എടുത്തു ആ കാട്ടിൻ്റെ ഉൾഭാഗത്തു നിന്ന്, ചാലിയാറിൽ നിന്ന് ഈ സൺറൈസ് വാലിയിലേക്ക് അവർക്ക് കയറിയെത്താൻ. അപ്പോൾ അവർക്കൊരു മൃതശരീര ഭാഗമാണ് അവർക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് അവർ ഈ മലമുകളിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ കൂടുതൽ തെരച്ചിൽ നടത്തും. ഇപ്പോൾ ഈ പറയുന്ന ഈ ജനകീയ തെരച്ചിൽ ഈ പ്രദേശത്തുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ തെരച്ചിൽ ഏതാണ്ട് ഒരു 11 മണിയോട് കൂടി അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ചില നിയന്ത്രണങ്ങളുടെയും
മറ്റു ഭാഗമായാണ് അത്. ആവശ്യമെങ്കിൽ ശരി, അത് ഞാൻ അനൂപിലേക്ക് തിരികെ ഞായറാഴ്ച വരാം. അനൂപ് മുണ്ടക്കയിൽ നിന്നാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അനൂപ് നിൽക്കുന്ന ആ പ്രദേശത്ത് ഒരു വീടിന്റെ മുകൾ ഭാഗത്ത് നിന്ന് മാറ്റിയ മൺകൂന നമ്മൾ കണ്ടു. ആ വീട്ടിൽ മാത്രം സഹദേവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടായിരുന്നു. ആ വീട്ടിൽ മാത്രം 6 പേരെ ഇനിയും കണ്ടുകിട്ടാനുണ്ട് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സാഹചര്യം. അതുപോലെ 131 മനുഷ്യരെയാണ് ഈ മഹാദുരന്തത്തിൽ ഇനിയും നമുക്ക് കണ്ടെടുക്കാനുള്ളത്. അവസാന ആളെയും കണ്ടെടുക്കുന്നത് വരെ ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പ്. അതിന്റെ ഭാഗമായിട്ടാണ് നാട്ടിലെ തദ്ദേശീയരായ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജനകീയ തെരച്ചിലിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം അവർക്ക് ആ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടറിയാം. ഇന്നത്തെ വിവരങ്ങൾ കൂടുതൽ പറയണമെന്ന് ഇവിടെ സുശീൽ കുമാർ പറയുന്നുണ്ട്. സുശീൽ, ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. 8 മണിക്കാണ് തുടങ്ങിയുള്ളൂ. ജനകീയ തെരച്ചിലാണ് ഇപ്പോൾ.